അവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോഴാണ് വ്യാസശിഷ്യനായ പരമജ്ഞാനിയായ പുരാണത്തിനായിരിക്കുന്ന ആ സൂതൻ അവർ ശ്രമിക്കുന്നു. വളരെ ആദരിച്ചു. ഇപ്പൊ അവര് ഭജിച്ച് പൂജിച്ചതിന്റെ ഫലം കിട്ടി. കാരണം ഭജിച്ച് ഭഗവാനെ ശരിക്കും പൂജിച്ചാൽ ഭഗവാന്റെ മഹിമ മാഹാത്മ്യം അറിയുന്ന മഹാന്മാരെ കാണാൻ സാധിക്കും. സത്സംഗം കൊണ്ട് പരിപൂർണമായ ഈശ്വരാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാസജ്ജനമായ സൂര്യനെ കണ്ടതും ബഹുമാനിച്ച് ആദരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അന്ന് ഞങ്ങൾക്ക് പലപ്പോഴും പല കഥകളും പറഞ്ഞു തന്നെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ടത് കഥകളല്ല, കഥാസാരം. ഈ കഥകൾക്കൊക്കെ ഒരു സാരമില്ലേ? ഈ കഥകൾക്കൊക്കെ ഒരു ഹൃദയമില്ലേ? അങ്ങ് പറഞ്ഞ അനേക കഥകൾ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ചെവിയിൽ ഓർമ്മയുണ്ട്. പക്ഷെ ആ കഥകൾക്കൊക്കെയും തന്നെ ഊടും പാവുമായി നിൽക്കുന്ന ഒരു കഥാസാരമുണ്ടല്ലോ. എല്ലാ കഥകളുടെയും അടിസ്ഥാനമായ ഒരു തത്വം. ആ തത്വത്തെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഇപ്പൊ അങ്ങയുടെ വരവ് ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷപ്രദമായി തീർന്നിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് വേറെ ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താഴെ പറയുന്ന സംശയങ്ങൾ ഉന്നയിക്കുക. ഈ കലിയുഗത്തില് ഏതൊരു ധർമ്മത്തെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ജീവശാസ്ത്രകാല ചിന്താകനാദസ്യ പ്രത്യേക ശോധനയ്ക്കും ഒരാൾ ഭക്തിജ്ഞാന വിരാഗം, ഇത് മൂന്നും വേണം. ഭഗവാന്റെ ഭക്തിയും പ്രപഞ്ചം നശ്വരമാണെന്നറിഞ്ഞ് ശരീരവും തദ്വാര നശ്വരം തന്നെയെന്ന് മനസ്സിലായി ശരീരത്തിൽ നിന്ന് അകന്ന് ശരീരാന്തർഗതങ്ങളായിരിക്കുന്നതായ ഇന്ദ്രിയാദികളുടെ അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നും അകറ്റി മനുഷ്യനെ ഏകാകാരമാക്കി ആത്മചൈതന്യത്തിലേക്ക് എത്തണം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പ്രപഞ്ചത്തെ വിട്ടുനിൽക്കുവാനും ഈശ്വരൻ തന്നെ ശാശ്വതമെന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാകുവാനും തദ്വാര ഈശ്വര ഭക്തി ഉള്ളിൽ ഊറിയെപ്പോഴും ഈശ്വര പ്രേമത്തിൽ ഉലാവാനും സാധിക്കുന്ന മാർഗം അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു വലിയൊരാഗ്രഹമുള്ളത്, ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച അത്ഭുത ലീലകൾ പലതും ചെയ്തു. ആ ചെയ്ത ലീലകളൊക്കെ അത്യന്തം ഉദാരങ്ങൾ, ഉത്തമങ്ങൾ, മധുരങ്ങൾ. പക്ഷെ അവയുടെയൊക്കെയും ഗൂഢാർത്ഥം ഞങ്ങൾക്ക് അറിയില്ല. അങ്ങേപ്പോലെ അതൊക്കെ അറിയുള്ളൂ. അവിടുന്ന് മണ്ണ് നിന്നതിനും ഒരു തത്വം കാണും, അവിടുന്ന് കെട്ടിൽപ്പെട്ടതിനും ഒരു തത്വം കാണും, അവിടുന്ന് ഗോപീജനങ്ങളുടെ വസ്ത്രം അപകരിച്ചതിനും ഒരു തത്വം കാണും, അവിടുന്ന് വ്യാസലീല ചെയ്തതിനും ഒരു തത്വം കാണും, അവിടുന്ന് മാതുലനായിരിക്കുന്ന ആ കംസനെ കൊന്നതിനും മറ്റൊരു തത്വം കാണും. ലൗകികന്മാർക്ക് അത് അറിയില്ല. അങ്ങേപ്പോലെ ഭഗവാങ്കിൽ അഗാധമായി ചിന്തനം ചെയ്ത് അതിൽ തന്നെ എപ്പോഴും ഉലാവിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമനസ്കനായ ഹേ വ്യാസശിഷ്യനായ മഹാത്മാവേ സൂത, അങ്ങക്ക് ഞങ്ങൾക്കിതൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ട്, ഞങ്ങൾക്കതൊക്കെ പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ നന്നായി, എനിക്കും വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആളോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനത് ആഗ്രഹിച്ചിട്ട് തന്നെയാ പിന്നീട് വന്നത്. അപ്പൊ നിങ്ങളൊക്കെ കൂടി ഭഗവാന്റെ ഉത്തമഭക്തന്മാരായി ഈശ്വരനെ മൊഴി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളോട് തന്നെയാ പറയാനും ഉത്സാഹം. എന്നാൽ നിങ്ങൾ വിഷമിക്കുന്നതല്ല. ഭഗവാൻ നിങ്ങളുടെ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു ഗ്രന്ഥം ഗുരുനാഥനായ വ്യാസൻ എഴുതിയത് ഞാൻ പഠിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഭാഗവതം നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നന്നായി എന്നാൽ ആ ഭാഗവതം എന്ന പുരാണത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കും. കലിയിലെ എങ്ങനെ ധർമ്മത്തെ അനുഷ്ഠാനം ചെയ്യണമെന്ന്, അത് മറ്റു യുഗങ്ങളിലെ അനുഷ്ഠാനങ്ങൾക്കും കലിയുഗത്തിലെ അനുഷ്ഠാനങ്ങൾക്കും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങൾ എന്തെന്ന്, ഭഗവാൻ അത്യന്തം ഉദാരങ്ങളായിരിക്കുന്ന അവതാരങ്ങളെ ചെയ്ത ഏഴ് ഉദ്ദേശങ്ങളെ കൊണ്ടെന്ന്, അതുപോലെ തന്നെ എല്ലാവിധങ്ങളാകുന്നതായ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ശാശ്വതമായ സമാധാനം വരുവാനുള്ള പരമശ്രേയസിന്റെ മാർഗഭേദമെന്ന്, അതുപോലെ തന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന എളുപ്പമാർഗം എന്തെന്ന്, അത് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന്, ഇതൊക്കെ നിങ്ങളുടെ സർവ്വ അംശങ്ങളെയും ഒന്നിച്ചു കൂട്ടിപ്പെരുക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഭാഗവതം ശാസ്ത്രം കലവും ഇരയെന്ന് ഭാഷിതം. നാഥനായിരിക്കുന്ന വ്യാസമഹർഷിയുടെ ഉത്തമപുത്രനായി അവധൂതാഗ്രഹനായി പരമഹംസനായി ശുവൻ എന്ന നാമധേയത്തിൽ അറിയുന്ന ആ പരമമുനീനാം പരമഗുരുവായ അദ്ദേഹത്തിനാൽ പറയപ്പെട്ട ആ ഭാഗവതം അത് ശാസ്ത്രമാണ്. അത് സത്യത്തെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും പ്രഖ്യാപിക്കാത്തത് എന്നതിനാൽ ശാസ്ത്രമാണ്. അതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു പുരാണങ്ങളിലൊക്കെ അർത്ഥം വർണ്ണിക്കാൻ വേണ്ടി ചിലപ്പോൾ കൂട്ടിച്ചേർക്കും. സത്യത്തിനെ ഒന്നുകൂടി വിസ്തരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ചില അസത്യങ്ങൾ പ്രസ്താവിച്ചിരിക്കും മറ്റു പുരാണങ്ങളിൽ. ഇവിടെ അതില്ല. ഇവിടെ സത്യം 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 കൂട്ടിപ്പെരുക്കി പറയലില്ല. ഉള്ളതിനെ അങ്ങേയറ്റം മധുരമായി വർണ്ണിച്ചിട്ടുള്ള ശാസ്ത്രമാണ്, ശാസ്ത്രവും കൂടിയാണ്. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. വേദം മുഴുവനും ഒന്നിച്ചു തലയാട്ടി
അതിന്റെ തത്തുല്യമായിരിക്കുന്നതായ മഹിമ ഉള്ളതായ ഗ്രന്ഥമാണ് ഭാഗവതം. കാരണം ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാ അമൃത ദ്രവസംയുതം. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ സജ്ജനങ്ങളെ എന്ന് പറയാം, ഒരു മരത്തിന്റെ യോഗ്യത അറിയണമെങ്കിൽ ഫലത്തിലല്ലേ. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നല്ലൊരു ഗംഭീര മാവ് നിൽക്കുന്നുണ്ട്. അതിന്റെ ഇല കടിച്ചാൽ അവർക്കും അതിന്റെ തോലിന്റെ കല്ലും പൊട്ടും സർവവും പോട്ടും സ്വാദുമില്ല. അതിന്റെ വേരില് ആകപ്പാടൊരു കയ്പായിരിക്കും. അതിൽ നിന്നുണ്ടാവും നല്ല വൃശ്യമാസാകുമ്പോ ചെറിയ പൂക്കള്, ജനുമാസാകുമ്പോ കന്നിമാങ്ങകള്, മകരമാസാകുന്ന ആവുന്ന സമയത്തിലങ്ങനെ വീഴായി കണ്ടാൽ കൊതിയാവുന്ന മാങ്ങകൾ വീണാൽ തൊട്ടാൽ അത് മുഴുവൻ മധുരം 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 മധുരം. അതിന്റെ മാവിനയുടെ കവർപ്പില്ല, തൊണ്ടിന്റെ മരത്തിന്റെ തൊണ്ടിന്റെ കാഠിന്യമില്ല, സർവത്ര. ഇതുപോലെ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന് ഒരേ ഒരു പഴം ഉണ്ടായുള്ളൂ, മാവിന് അനേകം പഴം ഉണ്ടാവും. അതാണ് ഈ പഴം ഭാഗവതം. സുഖമുഖാത് അമൃതദ്രവസംയുതം ഗളിതം. സാക്ഷാൽ ആ ശുഭ ആചാര്യന്റെ നാക്കുകളിൽ നിന്ന് അമൃതം ഒഴുകുന്ന പോലെ ഒഴുകി ഇങ്ങനെ വഴി തരുന്നതാണ് ആ ഭാഗവതം. അതെങ്ങനെയുള്ള രസമാലയം, രസത്തിന്റെ ആലയവുമാണ്. ലയിക്കുന്നവരെ പാടേണ്ടതുമാണ്. മരിച്ചാലും ഇത് നിർത്തേണ്ടതാണ്, പിന്നെ പാടും. മുഹു വീണ്ടും വീണ്ടും ഞാൻ ഒരു സപ്താഹം കഴിഞ്ഞു ഇപ്പൊ വെറുതെ ഇരിക്കുക. അരുത് അവൻ തൊലഞ്ഞു. സപ്താഹം കഴിഞ്ഞോ? സപ്താഹം കഴിഞ്ഞു, ഇവിടത്തേക്ക് അടുത്തത് വരണു. ഇങ്ങനെ വീണ്ടും വീണ്ടും എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. സുഹൃതം എത്ര ഉണ്ടാവണമെന്നാ പറയുമോ? കോടി ജന്മ സമുച്ചേന സുഹൃതേന ഈ ലഭ്യതയെന്ന്. ഒരു ജന്മം പോരാ, 1000 ജന്മം പോരാ, 10,000 ജന്മം പോരാ. സജ്ജനങ്ങളെ, നിങ്ങൾ കോടി ജന്മത്തിൽ സുഹൃതം ചെയ്തു. ഇവിടെ പാപത്തിന്റെ കണികളുള്ളവർ വരില്ല. പരിപൂർണ പുണ്യത്തിന്റെ പുഞ്ചങ്ങളെ ഇവിടെ വരുള്ളൂ, സംശയമില്ല. കോടി ജന്മ സമുച്ചേന പുണ്യേന ഇവതിലെത്തിയതേ. കാരണം സതു വേദാർത്ഥ സംഹിത ആണ്. വേദം മുഴുവനും ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അതിന്റെ മുഴുവനും തന്നെ കൂട്ടിപ്പെരുക്കി എടുത്ത് തിരട്ടി പാല് പോലെ, പാല് തിരട്ടി പഞ്ചാരയിട്ട് ഗുണങ്ങളുമായിട്ട് വരുന്നില്ലേ? അതുപോലെയാണ് ഈ ഭാഗവതത്തിന്റെ രസം. അതുകൊണ്ട് ഇത് തന്നെ മതി. നിങ്ങളുടെ സർവ്വ സംശയങ്ങളും തീരും. അപ്പൊ അവർക്കൊരു സംശയം, അതെന്താ ഈ വേദവും വേദാന്തവും ഒക്കെ ഉണ്ടല്ലോ ഭക്തിജ്ഞാനങ്ങളെ വർദ്ധിപ്പിക്കാൻ, അതും ഇതുമായിട്ട് തത്തുല്യത പറയാറില്ലേ? അവസ്ഥായി തത്തുല്യതയോ? ബ്രഹ്മാവ് പരീക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടില്ലാവോ? ഞാൻ പറയാം. ബ്രഹ്മാവ് ഒരു ദിവസം നിങ്ങൾക്കുണ്ടായ സംശയം അദ്ദേഹത്തിന് ഉണ്ടാക്കി നമ്മുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അതോടകം സാധന അന്യത ലഘുന്യന്യാനി ജാതാനി ഗൗരവേണ ഇതം പകൽ അങ്ങനെ സംഭവം ഉണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല? ഇല്ല, ഒന്ന് പറയൂ. അതോ ബ്രഹ്മാവിനെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയ പോലെ വേദം, ഉപനിഷത്തുകള്, ജ്ഞാനകാന്ത സമുച്ചയങ്ങളായിരിക്കുന്ന നിരവധി സംഹിതകള്, അതൊക്കെ അദ്ദേഹം നോക്കിയിട്ട് ഭാഗവതവും നോക്കി. പറഞ്ഞൊരു സംശയം, ഈ ഭാഗവതവും ഇതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാന്ന് തോന്നണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്ലാസ് കെട്ടിവെച്ച് നോക്കാം. ഈ ഗ്ലാസ് എന്നുള്ളത് ഒരു ഉൾപ്രേക്ഷയാണ്. ഗ്ലാസ് കെട്ടിയാൽ ഭാഗവതം ഒരു പുസ്തകമേ ഉള്ളൂ, അത് പൊങ്ങിത്തന്നെ നിൽക്കും. മറ്റു പുസ്തകങ്ങളൊക്കെ യഥാർത്ഥത്തിലല്ല. അദ്ദേഹത്തിന്റെ മനസ്സൊരു ഗ്ലാസാക്കി ഇങ്ങേ ഭാഗത്തെ തട്ടിൽ സർവ്വ ഗ്രന്ഥങ്ങളുടെയും സാരത്തേന്റെയും എടുത്തെടുത്ത് വെച്ചു. പക്ഷെ അത് എത്ര എടുത്തു വെച്ചാലും ഇങ്ങേ ഭാഗത്ത് ഭാഗവതം വെച്ചു അത് ഘനപ്പെട്ട് തന്നെ ഇരിക്കുന്നു. ഇങ്ങേ ഭാഗത്തെ തട്ട് പൊങ്ങണേ ഇല്ല. വേദം 4, വേദസംഹിതകൾ മുഴുവൻ, മന്ത്രങ്ങൾ മുഴുവൻ, ഉപനിഷത്തുകൾ മുഴുവൻ, ഉപപുരാണങ്ങൾ മുഴുവൻ, പുരാണങ്ങൾ മുഴുവൻ, എന്നിട്ടും അതങ്ങനെ പൊങ്ങിപ്പോയി അല്ലാണ്ട് ഇതിന് അനക്കമില്ല. അദ്ദേഹം നിശ്ചയിച്ചു ഭാഗവതത്തിന്റെ ഘനം. പക്ഷെ ഗ്രന്ഥത്തിന്റെ ഘനമല്ല, ഭാഗവതത്തിലെ അർത്ഥത്തോടുകൂടിയതായിരിക്കുന്നതായ ദിവ്യമായ ഭഗവത് ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന ആ മന്ത്രങ്ങളുടെ ഘനം, അതിനുള്ളതായിരിക്കുന്നതായ ഭക്തന്മാരെ അനുഗ്രഹിച്ച് ആകർഷിച്ച് സർവഭാവം വിമുക്തമാക്കുവാനുള്ള ശക്തി ഭാഗവതത്തിന് തുല്യം വേറെ ഒന്നുമില്ല എന്ന് ബ്രഹ്മാവ് പരീക്ഷിച്ചറിഞ്ഞതാണ്. അതെന്താ അങ്ങനെ ഒരു ശക്തി ഇതിന് വന്നത്? അപ്പൊ അത് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ഒരിക്കൽ ഈ കഥ പരീക്ഷിത്ത് മഹാരാജാവ് കേൾക്കാനിരുന്നു. അപ്പോ ദേവന്മാരൊക്കെ വലിയ സുവർണ കുംഭത്തിൽ ദേവലോകത്തിലെ അമൃതം കൊണ്ടുവന്നു. എന്നിട്ട് സുഖം നസ്വാവതൻ സുഖാത്മാവിനെ നമസ്കരിച്ചു. അദ്ദേഹം നോക്കി, സ്വകാര്യ കുശലാഹ, ഇവർ പ്രാർത്ഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവർക്കിപ്പോ ഇവിടെ എന്താ കാര്യം? എന്തായ അദ്ദേഹത്തിന് ഇവരൊക്കെ പ്രാർത്ഥികളാ, സ്വന്തം കാര്യം ചിന്ത പാടും. അത് തന്നെ
മറ്റുള്ളവർ പറഞ്ഞാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, പ്രശ്നമില്ല, നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിക്കണം. അങ്ങനെ ഉണ്ടല്ലോ കുറെ കൂട്ടിരുന്നു അന്നും എന്നും. അതിൽ പെട്ടവർ തന്നെയായി ദേവന്മാരും. അപ്പൊ അവരിവിടെ എന്തിനാ വന്നതെന്ന് വിചാരിച്ചു നെറ്റ് വിളിച്ച് നോക്കി അദ്ദേഹം. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് വന്നിരിക്കുന്നത് അമൃതകുംഭം കൊണ്ടുവന്നിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് വിഷം നിറഞ്ഞുള്ള അക്ഷരം കടിച്ചോട്ടെ, ഈ അമൃത് കുടിച്ചാൽ അദ്ദേഹം ജീവൻ കൊടുക്കാമല്ലോ. അങ്ങനെ ഭാഗവതമാകുന്ന അമൃത് ദേവലോകത്തിൽ ഞങ്ങൾ അങ്ങേക്ക് മാലയിടാം, അവരവ് തരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, അങ്ങോട്ട് വന്നാക്കൊണ്ട. അദ്ദേഹം മുഖത്ത് നോക്കി. ഇങ്ങനെ വേറൊരാളും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇവരോട് പറയാൻ നല്ല രസം തോന്നി. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, കഥ കഥ നിങ്ങളോട് ഞാൻ എന്ത് പറയുന്നു, കരിക്കട്ട എടുത്ത് അത് കൊണ്ടുവന്ന് നല്ല രത്നം തരാം, ഈ കരിക്കട്ട ഇങ്ങോട്ട് തരാമെങ്കിൽ അല്ലെ, അല്ല ഈ കരിക്കട്ട എടുത്തോളൂ, ആ രത്നം ഇങ്ങോട്ട് തന്നോളൂ അല്ലേ. നിങ്ങളുടെ അമൃതേ കരിക്കട്ടയ്ക്ക് തുല്യമാണ് രത്നത്തിന്റെ മുമ്പിൽ എന്ന പോലെയും ശാശ്വതമായ ഈശ്വരാനന്ദത്തെ കൊടുക്കുന്ന അമൃതത്വമശ്വരതേ എന്ന അമൃതനേക്കാൾ എത്രയോ താഴ്ന്നതാണ് തൽക്കാലം 100 ആയുസുള്ളത് 150 അല്ലെങ്കിൽ 120 ആകുന്നത് വരെയുള്ളതും അത് കഴിഞ്ഞാൽ പിന്നെയും മൃഗമാകുന്നതുമായിരിക്കുന്ന താൽക്കാലികമാകുന്ന സുഖഭോഗങ്ങളെ കൊടുക്കുന്ന ദേവലോകത്തിലെ അമൃതവിടെ. എനിക്ക് നിങ്ങളുടെ പൂജയൊന്നും വേണ്ടൊക്കെ പോയി നിങ്ങൾക്ക് തരില്ല. ആയ സുരന്മാർക്ക് പോലും ലഭിക്കാത്ത പുണ്യമാണ് ഭാഗവതം കേൾക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യം. അതാണ് സുരന്മാരെ പ്രാർത്ഥിച്ചിട്ടും അവരെ പരിഹരിച്ചയച്ചു അദ്ദേഹം. ദേവാൻ ജഹാസ മതി മതി, ഇവിടെ എന്ത് ചാരത്തുള്ളൂ ഒന്നും വേണ്ട, പോണം അവിടെ പോയി സുഖമായിട്ട് ഉർവശിയെ കണ്ട് രമ്പയും കണ്ട് തിലോത്തമയും കണ്ട് അങ്ങനെ സുഖമായിട്ട് കഴിയണം. ഞാനിവിടെ ഈ രാജാവിനെയും ഈ ഗംഗാരിയുടെ വാസികളായ ഭക്തന്മാരെ ഇത് കേൾപ്പിക്കട്ടെ, ഗുഡ് ബൈ ടാറ്റാന്ന് പറഞ്ഞതാണ്. അപ്പൊ അവർക്കും കിട്ടില്ല. കാരണം എന്താണ്? അതോ തന്റെ പരമോപദേശം കേട്ട് പരമഭക്തനായിരിക്കുന്ന ഉദ്ധവസ്വാമി തൃപ്പാദത്തിൽ അങ്ങനെ കണ്ണീര് കൊണ്ട് കഴുകി നിന്നിട്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അടിയനൊന്നും ഇനി പ്രപഞ്ചബന്ധം വരില്ല ബോധ്യം വന്നു കഴിഞ്ഞു. അടിയൻ ഇനി മുക്തി എന്നുള്ളതായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വേറെ എങ്ങും തേടേണ്ടതില്ല എന്നും മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ചെറിയൊരു ഭഗവതാര്യം വിചാരിച്ച പാവങ്ങൾക്ക് അടിയുഗത്തിൽ വരുന്ന ജനങ്ങൾക്ക് ഈ മനോഹരമായ രൂപങ്ങൾ മറച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്തു? ഭഗവാനെ സന്തോഷം തോന്നി. ഉദ്ധവ അങ്ങേപ്പോലെ ഒരു ജീവസ്നേഹിയെ കാണാൻ വിഷമം. അങ്ങക്ക് അവനവന്റെ കാര്യമാണെങ്കിൽ അങ്ങ് ഇതെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞു വലിയ വരുവാൻ പോകുന്ന സജ്ജനങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ ഈ ചിന്തനം എന്നെ അങ്ങേറ്റം അങ്ങയുടെ ഈ ചോദ്യം കൊണ്ട് സന്തോഷിപ്പിച്ചിരിക്കും. ഒന്ന് ആലോചിച്ചു. അങ്ങയുടെ സംശയം ഞാൻ തീർത്തു തരാം. ഞാനിപ്പോൾ ഈ ശരീരം മറിച്ചാൽ എനിക്ക് വേറെ എങ്ങും പോക്കില്ല. എന്റെ മനോഹരമായ ദിവ്യലീലകളെ വർണ്ണിക്കും അടുത്ത് തന്നെ വ്യാസൻ. ഞാൻ തന്നെയായ വ്യാസൻ എന്റെ അത്ഭുത ലീലകളെ വർണ്ണിക്കുമ്പോൾ സ്വകീയം ഭവേത്തേല, എന്റെ യാതൊരു അത്ഭുതമാകുന്ന തേജസ്സാണോ ഉള്ളത് ഉദ്ധവ, അതിനെ ഭാഗവതേതാൽ ഞാൻ എന്റെ ദിവ്യലീലകളെ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതം പുരാണതിലകം വൈഷ്ണവാനാം പ്രിയം എന്നിനി ഘോഷിക്കും ഒരു ഗ്രന്ഥമുണ്ടാവും. അതിനകത്ത് അക്ഷരം പ്രതി ഞാൻ എന്റെ സച്ചിദാനന്ദത്തെ പ്രകാശം ചെയ്തോളാം. കാരണം ഇന്ന് അങ്ങ് എന്നെ കാണുന്ന ഈ രൂപത്തെക്കാൾ ഹൃദയത്തിൽ വാങ്മയിയായിരിക്കുന്ന എന്റെ ചരിത്രത്തെ കേട്ട് 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 കണ്ണിൽ കാണുന്നതിനേക്കാൾ കണ്ണിൽ കണ്ട അനുഭൂതിയിൽ കണ്ണിൽ കാണുകയും മനസ്സിൽ കാണുകയും സർവ്വ ഇന്ദ്രിയങ്ങളിലും ആ നീലമേഘ ശ്യാമവർണ്ണ കാന്തി തിളങ്ങുകയും വിളങ്ങുകയും ചെയ്യും പോലെ സന്തോഷായി ഇതുവരെ വീട് നമസ്കരിച്ച് പാടുകയും കൊണ്ട് പിന്നെ പോവാം. അപ്പോൾ ഭഗവാന്റെ പ്രത്യക്ഷാവസ്ഥത അതാണ് ശ്രീമദ് ഭാഗവതാഖ്യം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭഗവാന്റെ ദിവ്യരൂപമായി തന്നെ ഇത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേക മഹിമ. അങ്ങനെയോ എന്നാൽ ഞങ്ങൾക്ക് ഈ മഹിമയുള്ള ഈ ഭാഗവതത്തെ ആദ്യം എപ്പോൾ എങ്ങനെ എവിടെ സംഭവിച്ചു ഇതിന്റെ പ്രചാരം എന്ന് കേട്ടാൽ കൊള്ളാം എന്നായി. അതോ അത് നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. സാക്ഷാത് ഭഗവാന്റെ പരമഭക്തൻ നിത്യദാസൻ ശ്രീനാരദൻ കലിയുഗം വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടിട്ട് ആകെ വിഷമിച്ച് യുഗം വന്നതോടുകൂടി അദ്ദേഹം ഒരു ഭ്രമണം നടത്തി. എവിടെയെങ്കിലും സത്യധർമാദികൾ അച്ചരിക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം നടന്ന ദിക്കിലൊന്നും കണ്ടില്ല. അദ്ദേഹം എവിടേക്കാ പോയതെന്ന് പറയാനാവില്ല. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം ഏവമാരിടു തീർച്ചേഷു ഭ്രമമാണ് ഇതസ്തത നാവശ്യം കുത്രദിച്ഛവ്യം ധർമ്മം നാവശ്യം കുത്രദിധർമ്മം. എവിടെയും നോക്കിയാലും ധർമ്മമില്ല. എവിടെയും പിന്നെ എന്താ ഉള്ളത്? അവിടെയൊക്കെയും കഠിന അധർമ്മമിത്രയാണ്. ധർമ്മത്തിന്റെ മിത്രമായ കാര്യം അങ്ങനെ കൊടി ഉയർത്തില്ല. എവിടെ നോക്കിയാലും ഏഹായി മേമേ ഗേഹായി മേമേ ധാരായി മേമേ പുത്രായി മേമേ
എന്റെ കുട്ടികളെ, എന്റെ കുടുംബങ്ങളെ, എന്റെ ധനം, എന്റെ യോഗ്യത, എന്റെ സന്ദേശം, എന്റെ മിടുക്ക്, ഇങ്ങനെ എന്റെ അല്ലാതെ ഒന്നുമില്ല. കൈവളർത്തി വിട്ടുപോകുന്ന മനുഷ്യൻ അവന്റെ ശരീരം പോലെ അവന്റെ അല്ലെന്നുള്ളതിനെ മറന്ന്, അവൻ കൂടെ കൊണ്ടു നടക്കുന്ന മരണം എന്ന മൂന്നക്ഷരത്തെയും മറന്ന്, അവൻ നിത്യനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിലെ നശിക്കുന്ന വസ്തുക്കളെ എന്റെ നിത്യം തെറ്റിദ്ധരിച്ച് നിത്യമായ ഈശ്വരനെ വിട്ട് അനിത്യമായ പ്രപഞ്ചത്തിന്റെ പിന്നിൽ അങ്ങനെ ഓടുകയാണ് ഈ കൊച്ചുകുട്ടികൾ അവനവന്റെ നിഴൽ പിടിക്കാൻ പോകുന്ന പോലെ. കണ്ട് സങ്കടപ്പെട്ടു അദ്ദേഹം. അങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് ആകാശഗമനം ചെയ്ത് വൃന്ദാവനത്തിന്റെ ഉപരിയിലെത്തിയ അദ്ദേഹം. വൃന്ദാവനത്തിന്റെ ഉപരിയിൽ വന്നപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഒരു സ്ത്രീരത്നം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കരയുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അതും കരയുന്നതോ വാസ്തവത്തിൽ ആ സ്ത്രീ കരയാൻ പാടില്ലാത്ത പ്രായമാണ്. നല്ല യൗവനമാണ്. മുടി അഴിച്ചിട്ട് മാറ് അടിച്ച് തൊഴിച്ച് തേങ്ങി തേങ്ങി കരയുന്നു. അതിസുന്ദരിയുമാണ്. ഈ പാവം സുന്ദരിക്ക് എന്തു പറ്റി? എന്താ ഇവൾ മുടിയല്ല അഴിച്ചിട്ട് ഇങ്ങനെ കരയുന്നു ഈശ്വര എന്ന് ചിന്തിച്ച് നിൽക്കാനാണ്. അപ്പൊ അതിനേക്കാൾ മനോവേദന ഉണ്ടാകുന്ന മറ്റൊരു കാഴ്ച, ഈ സ്ത്രീയുടെ മുമ്പിൽ രണ്ട് വൃദ്ധന്മാര് കടന്ന് മരണത്തിന് സമാനമായി. മരിക്കാൻ അധികം സമയം വേണ്ട. ശ്വാസം വലിക്കണോ കിട്ടണില്ല, ശ്വാസം വലിക്കണോ കിട്ടണില്ല, കണ്ണൊന്നും വിളിക്കാൻ നോക്കണോ വിളിക്കാൻ പറ്റണില്ല. അങ്ങനെ ആകെ മരണവക്രത്തിൽ എത്തിയിരിക്കുന്നു രണ്ട് വയസ്സന്മാർ. വേറെ ചില സ്ത്രീകളെ ഇടവും വരവും വന്ന് ഈ സ്ത്രീക്ക് പല സാന്ത്വനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുന്നില്ല. ആ സ്ത്രീ പിന്നെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വിധി ഇതായില്ലേ എന്നിങ്ങനെ തേങ്ങുന്ന സമയത്തിലാണ് മഹർഷി മുകളിൽ കൂടി പോകുന്നത്. മഹർഷി ആർക്കും കാണാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വതവിയുള്ള നില. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ആ ആർക്കും കാണാൻ സാധിക്കാത്ത മഹർഷിയെ ഈ ശ്രീരത്നം കണ്ടുപിടിച്ചു. ഹേ സാധോ ക്ഷണം തിട്ട ചിന്താമ വിനാശ, ഹേ മഹാത്മാവേ നാലോ മഹർഷേ ഒന്നിവിടെ എഴുന്നള്ളേന്ന് അദ്ദേഹത്തിന് അത്ഭുതമായി. ഈ സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായി എന്നെ? ആരായാലും ഈ ദുഃഖം എന്താണ് കാരണം, ഇതിന് ആരാണ് ഭവതിക്ക് അറിയണമല്ലോ. കാരണം നാരദ മഹർഷിക്ക് അങ്ങനെയാണ് സ്വഭാവം തന്നെ. ഭഗവാന് സമാനമാണ് ദയാലുത്വം. മറ്റൊരാളുടെ ദുഃഖം അറിയാൻ കാണാതെ സജ്ജനങ്ങൾ ദുഃഖിക്കണം കണ്ടാൽ നീറുണ്ട് എന്റെ ഹൃദയം. അതിനാൽ അലിയുന്ന വെണ്ണയേക്കാൾ അലിവാർന്ന അദ്ദേഹം അങ്ങനെ അവിടെ വന്നു വന്ദിച്ചുകൊണ്ട് ചോദിച്ചു, ഭവതി ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കുറെ കൂടി നെടുവീർപ്പെട്ടുകൊണ്ട് കാരണം അങ്ങയ്ക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവാണ്ടായില്ലേ? ആണോടാ, അങ്ങയ്ക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ സ്ത്രീയെ അറിയോ? എനിക്ക് ഭക്തിയെ നല്ലോണം അഹം ഭക്തി ഇരിക്കാണ്. അയ്യോ, ഭവതിക്ക് എന്താ ഇങ്ങനെ രൂപഭാവം വന്നത്? എന്നെ അവിടേക്ക് അറിയില്ലേ? വൈകുണ്ഠന്റെ പ്രിയതമയായിരിക്കുന്ന ഭക്തിറാണിയാണ് ഞാൻ. ഭഗവാന് ലക്ഷ്മി റാണിയെക്കാളും ഭൂമോണ്ടലത്തിൽ അവതരിച്ചപ്പോൾ ഉണ്ടായ സീതാദേവിയെക്കാളും രുക്മിണി ദേവിയെക്കാളും സത്യഭാമയെക്കാളും സർവ പ്രിയമകളെക്കാളും പ്രിയതമയായിട്ടുള്ള റാണിയുണ്ട്. ആ റാണി ഭക്തിറാണി എന്ന പേരാണ്. ആ റാണിക്ക് സദാസമയത്തിലും വൈകുണ്ഠത്തിൽ മറ്റുള്ളവരെക്കാളും എപ്പോഴും ഭഗവാനെ വശീകരിച്ചിരിക്കുന്ന റാണിയാണ്. അപ്പൊ പറയാണ്, അന്ന് എന്നെ ഭഗവാൻ വൈകുണ്ഠത്തിൽ ഓമനയായി കെട്ടിപ്പിടിച്ച് ഉമ്മവെച്ച് ആലിംഗനം ചെയ്ത് തന്റെ നിത്യശക്തിയാൽ രണ്ട് പുത്രന്മാരോട് കൂടി, ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും എനിക്ക് രണ്ട് പുത്രന്മാരുണ്ടായി ഭഗവാൻകൾ കൂടി. അവരോടുകൂടി നീ ഇനി ഭൂമിയിൽ ചെന്ന് ഭൂമിയിലെ എന്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ എന്ന് പറഞ്ഞ് അയച്ചപ്പോ കൂടെ അങ്ങ് നിന്ന് കണ്ടില്ലേ? അതെ അതെ, ആ പുത്രന്മാരെ അങ്ങക്ക് അറിയില്ലേ? ഓ അറിയുമല്ലോ. ദേ നോക്കൂ, അവരാണ് ഈ കിടക്കുന്നത്. കണ്ണു തള്ളി നാരദ മഹർഷിക്ക്. ആ തരുണന്മാരായിരിക്കുന്ന വിശിഷ്ടപുത്രന്മാര്, താരുണ്യം വിടാത്തതായിരിക്കുന്ന സ്ത്രീരത്നമായ അമ്മ, താരുണ്യവും കഴിഞ്ഞ് യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയ രണ്ട് പുത്രന്മാര്. അതെ, ഞാൻ അതാണ് ആലോചിക്കുന്നത്, എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇവർക്ക് നടക്കാൻ വയ്യ, ശ്വാസം വിടാൻ വയ്യ, വല്ലാതെ കഷ്ടത്തിലായിരിക്കുന്നു. ഇവരെ എന്നെയും അങ്ങ് രക്ഷിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇങ്ങനെ കഥ പറഞ്ഞപ്പോ നമുക്ക് ആ കഥയിൽ കൂടി, ആ കഥാപാത്രങ്ങളിൽ കൂടി ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കലിയുഗത്തിലെ നിലയൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉൾപ്രേക്ഷയാണ് അവിടെ വ്യാസമഹർഷി സങ്കല്പിച്ചതെന്നർത്ഥം. എന്താണ് ജ്ഞാനം? വാർദ്ധക്യത്തെ പ്രാപിച്ച ആർക്കും വേണ്ട എന്തൊരു ജ്ഞാനമാണോ? മുമ്പേ പറഞ്ഞ തന്നെ ഡ്രിങ്ക് ഈറ്റ് ആൻഡ് ബി മെറി, തന്നെ ചാവറ അടിക്കണം കുടിക്കണം. ജ്ഞാനം എന്തൊന്നും ജ്ഞാനം? അതൊന്നും ജ്ഞാനമൊന്നുമല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫിസിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സർവോളജിയും തന്നെ. ഇതാ ജ്ഞാനം. അല്ലാണ്ട് ഇതെന്ത് പഠിച്ചിട്ട് കാര്യം? ഇതുകൊണ്ട് വല്ല കയറ്റുവാണോ? ഇതൊക്കെ പഠിച്ചാൽ വായിൽ ചോറ് പോകില്ലല്ലോ എന്നാ പറയണത്. അതാണ് ഈശ്വരജ്ഞാനമാകുന്ന ആത്മജ്ഞാനത്തെ തീരെ വേണ്ടെന്ന് വെച്ച് വെറുക്കുന്ന കാലം. അതാണ് ജ്ഞാനം വാർദ്ധക്യത്തെ പ്രാപിച്ചു എന്നർത്ഥം. അത് തന്നെ വൈരാഗ്യം. ഓ ഇതൊക്കെ വിട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും വേണ്ടെന്നാണോ? സ്വാമിയാർക്കത് പറഞ്ഞിട്ട് പോവാ. മനസ്സിലായോ? നമുക്ക്
കുട്ടി പഠിക്കുകയാണ്, BSc 4-3 കൊല്ല. അവള് നാളെ ഫീസ് അടയ്ക്കണം, ഏപ്രിൽ മാസത്തിൽ പരീക്ഷ. ഇതും കേട്ടുകൊണ്ടിരുന്നാലേ മുതലാവും. പെണ്ണെ എനിക്ക് പഠിക്കാൻ പോകും. നല്ല ഏർപ്പാടായത്. സാമ്യന്മാരൊക്കെ അവരിതൊക്കെ പറയും, ഭ്രാന്തന്മാര്. വൈരാഗ്യം വേണ്ടേ വേണ്ട, അതൊക്കെ ഉണ്ടെന്നാ, ഇതൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. ഓ ഇതൊക്കെ ഉണ്ട്, എല്ലാം കൂടെ ഉണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ കടം പ്രിയായ ഇവരൊക്കെ വിട്ടിട്ട് ഈശ്വരനെ പഠിക്കാൻ പറ്റുമോ ആലോചിച്ച് പ്രഹ്ലാദൻ ചോദിക്കും. അനുഗംഭിതായ അവരിലങ്ങനെ കൊച്ചു മകന്റെ മകനായി, ഇത് മകന്റെ മകളുടെ മകനാണ്, ഇവൻ മടിയിൽ വന്നിരിക്കുമ്പോ എന്തൊരു സുഖമാണ്. എത്ര നാളിരുന്നോ ഇവന്റെ മടിയിൽ, ഇത് ഇനി എത്ര നാൾ ഇരിക്കും വിദ്യാനേ. തന്റെ മരണം തന്റെ വായൽ അങ്ങനെ പിടിച്ച് കാവൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ആ പാമ്പ്, മരണപ്പാമ്പ്. അത് കിടന്ന് പിടയെ അടഞ്ഞിട്ടാണ് മകന്റെ മകളുടെ മകനെ ചോറുകൂടും കഴിഞ്ഞ് കൊണ്ടാരം പറഞ്ഞതുപോലെ ഉണ്ണി ഉണ്ടായി, വേൾപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി. കണ്ടാവൂ ഞാനെന്നും യുദ്ധം അങ്ങനെ ചിന്തിച്ചിരിക്കവേ എന്ത് പറ്റി, അവിടെ എന്താ കരച്ചിലേ പോയി. ഇനിയില്ല കഥാവശേഷം തന്നെ, ഇതറിയുന്നില്ല. അപ്പൊ അതും വേണ്ടാതാണ്. അതൊക്കെ അവിടെ ഇരിക്കും, അതൊക്കെ പുരാണത്തില്. നമുക്ക് കസർത്ത് തന്നെ. ഇതാണ് അന്നത്തെ ശോച്യനില എന്ന് അദ്ദേഹം കണ്ടു. അതാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ വാർദ്ധക്യത്തെ പ്രാപിച്ചു എന്ന് കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാം. ഭക്തിക്ക് ഊനം മുഴുവനും വന്നിട്ടില്ലെങ്കിലും ജ്ഞാനവൈരാഗ്യമില്ലാത്ത ഭക്തി ആവില്ല. തന്റെ പുത്രന്മാരെന്നർത്ഥം. ഭക്തി വന്നാൽ ജ്ഞാനവും വൈരാഗ്യവും നിറയെ തന്നെ. അതിന് ഊനം വന്നാൽ ഭക്തി അല്ലാതെ ഭക്തിക്ക് ശക്തിയില്ല എന്നർത്ഥം. അതാണ് ഭക്തി ക്ഷീണിച്ചിരിക്കുക. എങ്കിലും കലിയുഗത്തിൽ ഭക്തി ഉണ്ടാകും. അതാണ് ഭക്തിക്ക് ക്ഷീണം വന്നു, ഭക്തി തളർന്നു, വാർദ്ധക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞില്ല. കാരുണ്യം വിട്ടില്ല, പക്ഷേ പുത്രന്മാർ തളർന്നു. അപ്പൊ മഹർഷി സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, ഭഗവതി ഭാഗ്യവതിയാണ്. ഭഗവതിയെ ലോകത്തിൽ ആര് തന്നെയും നിഷേധിച്ചാലും ഭക്തിയുടെ അവിടുത്തെ മഹാറാണിയായ സാക്ഷാൽ വൈകുണ്ഠന്റെ മഹാറാണിയായ ഭഗവതിയെ നിശ്ചയമായും ഭഗവാൻ അത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ദ്രൗപതിയുടെ പരിത്രാത അതൊക്കെ ഭഗവതിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ദ്രൗപതിക്ക് എന്ത് യോഗ്യതയുള്ളത് മറ്റൊന്നുമില്ല, ഭഗവതിയെ ബഹുമാനിച്ചു തന്നെ. ഭക്തി ഉണ്ടായി ദ്രൗപതിക്ക്. എത്ര കശ്മലന്മാരാണെങ്കിലും അത്ര വലുതായ സഹായം ചെയ്തെങ്കിലും അവിടെ ഭഗവാൻ രക്ഷിച്ചില്ലേ. അതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചോളൂ. പുത്രന്മാരുടെ കാര്യം ഞാനൊന്ന് നോക്കാം. വേദാന്ത മുഴുവൻ പറഞ്ഞു നോക്കി. വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ അനേകങ്ങളാണ് ഉപനിഷത്തുകൾ പാടി നോക്കി. കണ്ണു പിടിക്ക പോലും ചെയ്തില്ല. സർവോപനിഷത്തോ ഗാമോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോവത്സ സുധീർഭോക്താനുഗ്ധം ഗീത അമൃതം മകൻ അതൊന്ന് പാടി കേൾപ്പിച്ചാൽ ഇന്ന് കിട്ടുന്ന വിചാരിച്ച് 18 അധ്യായം ഭാരതകുരുക്ഷേത്ര മധ്യത്തിൽ തന്റെ ഉത്തമശിഷ്യനായിരിക്കുന്ന അർജുനനെ ഉച്ഛിതനാക്കി തീർത്ത ഭഗവാന്റെ മധുരം അമൃതവാണി കേൾപ്പിച്ചു നോക്കി. കണ്ണു പിടിക്കണില്ല. മഹർഷി കുറഞ്ഞു, ചിന്താതുരനായ ഇനി എന്ത് വേണം? ഇനി വേറൊരു മാർഗം എന്റെ കണ്ണിൽ കിട്ടണില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഇവരെ ഉദ്ധരിക്കാൻ ഒരു മാർഗമില്ലാണ്ടായാലോ ഈശ്വര എന്ന് വിചാരിച്ചപ്പോ സങ്കടപ്പെട്ടു. എങ്കിലും ഭക്തിയെ ധൈര്യപ്പെടുത്തി. ഞാൻ ഭഗവാന്റെ പേരിൽ ദാസൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ ഈ ശ്രീകൃഷ്ണദാസനല്ല. ഭൗതിയുടെ പുത്രന്മാരെ ഉദ്ധരിക്കാത്ത പക്ഷം തപസ് ചെയ്തെങ്കിലും ഞാൻ അതിന്റെ മാർഗം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞപ്പോൾ അശരീരി കേട്ടു. അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, സജ്ജനങ്ങൾ അങ്ങക്ക് വേണ്ടത് പറഞ്ഞു തരും. സത്തായ തത്വത്തെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരായ സന്മാർഗരന്മാരായ സത്തുക്കൾ സജ്ജനങ്ങൾ അങ്ങക്ക് വേണ്ടത് പറഞ്ഞു തരും എന്ന് കേട്ടു. ആ സമാധാനം. പക്ഷെ സമാധാനമായെങ്കിലും പെട്ടെന്ന് സമാധാനം ആയില്ല. അദ്ദേഹം കാണുന്ന അനേക സജ്ജനങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അവരൊക്കെ ഭയപ്പെട്ടു ഇദ്ദേഹം കണ്ടപ്പോൾ. കാരണം ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരേണ്ട ആളാ. ഇദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത് അതേ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പുട്ടിപ്പെടാൻ എന്താ വേണ്ടത്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭൃഗു വസിഷ്ഠൻ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹം കാണാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഒളിഞ്ഞു തുടങ്ങി. ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ചിലര് പറ്റില്ല. അങ്ങ് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളല്ലേ, അങ്ങ് ഞങ്ങളോട് ഒന്ന് ചോദിക്കാവോ എന്നൊക്കെ. അപ്പം അവർ നിശ്ചയിച്ചു ആ ശരീരം കേട്ടത് ശരിയാണ്, പക്ഷെ അത് അനുഭവത്തിൽ വരുന്നില്ല. തപസ് ചെയ്യണ്ടേ? നേരെ ബദരി ആശ്രമത്തിലെ സ്ഥാനമാണ് നാരദ മുനി എപ്പോഴും തപസ്സനുഷ്ഠിക്കുന്ന സ്ഥാനമായതുകൊണ്ട് നാരദ ക്ഷേത്രം എന്നുകൂടി പേരുള്ളതായിരിക്കുന്ന ശ്രീ ബദരീനാഥ് അദ്ദേഹം ചേർന്നു. കണ്ണടച്ച് തപസ് ചെയ്യാനാ ഉദ്ദേശം. തപസ് ചെയ്യാനായിക്കൊണ്ട് സങ്കല്പിച്ചങ്ങ് ഇരിക്കുമ്പോഴാണ് തെരെ തന്റെ കണ്ണിലേക്ക് അങ്ങനെ സൂര്യന്റെ തിമിരത്തെയും ഇല്ലാതാക്കുന്നതായിരിക്കുന്നതായ രശ്മികളെ പോലെയുള്ള ചൂടുള്ള രശ്മിയല്ല, അജ്ഞാന വിവരത്തെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതായ ജ്ഞാനരശ്മി പകർന്നുകൊണ്ടിരിക്കുന്ന 4 അദ്ഭുത ജ്ഞാനസൂര്യന്മാർ ഇങ്ങനെ വരുന്ന അടുക്കലേക്ക്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ. സത്തായ വസ്തുവിനെ സദാസമയത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെന്ന് ഓരോ വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും ഈശ്വരനിൽ തന്നെ വിടാവിക്കൊണ്ടിരിക്കുന്ന ആ ആനന്ദ മൂർത്തികൾ 4 പേരും സനാതനന്മാരാണ്. അവർക്ക് പേര് ശാശ്വതന്മാരെന്ന് പേരാണ്. സദാ വൈകുണ്ഠ നിലയം ഉള്ളവരാണ്.
ബാലഭാവത്തിൽ നിന്ന് ഒരിക്കലും ഉയരാത്തവരാണ്. എന്നും ഭഗവത് ഗുണങ്ങളെ പാടുകയല്ലാതെ ശ്വാസോച്ഛ്വാസം പോലും മറ്റൊന്നിന് ഉപയോഗിക്കാത്തവരാണ്. അങ്ങനെയുള്ള ആ മഹാസത്താഗ്രഹണ്യന്മാര് അവരങ്ങനെ വന്നു. അവർ വന്നപ്പോൾ അവരെ വന്ദിച്ചു, പൂജിച്ചു, അവരെ ഇരുത്തി. അപ്പൊ അവര് ചോദിച്ചു, എന്തേ മഹർഷേ, അങ്ങേക്ക് ഇങ്ങനെ ഒരു വിഷാദം വരാൻ ന്യായമില്ലല്ലോ, അങ്ങ് സ്വതമേ സന്തുഷ്ടനാണല്ലോ. അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയുമെങ്കിലും ഞങ്ങളുടെ സങ്കടം പറയാം, എന്റെ സങ്കടം പറയാം. വൃന്ദാവനത്തിന്റെ ഉപരിയെ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചയും താൻ തന്നെ ഭൂമണ്ഡലം മുഴുവൻ ചുറ്റിയപ്പോൾ ദേവരായനങ്ങളും മറ്റ് തീർത്ഥസ്നാനഘട്ടങ്ങളും ഒക്കെയും കലിയാൽ ബാധിച്ച അധർമ്മങ്ങളും ഒക്കെയും ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഇതിനൊരു മാർഗമില്ലേ, അത് ഞാൻ നിങ്ങളെ പോലെയുള്ളവരെല്ലാം ധാരാളം പറഞ്ഞു തരാനുള്ളത്. ദാഹിക്കുന്നവർക്ക് വെള്ളം നല്ല അമൃതം കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയവരല്ലേ നിങ്ങൾ, അതുകൊണ്ട് പറഞ്ഞു തരൂ എന്താണ് വേണ്ടത്. അപ്പൊ അവരൊന്ന് മന്ദഗതിച്ചു, അങ്ങക്ക് ഇങ്ങനെ മറവി വരാമോ, അങ്ങക്ക് മറവി വന്നിരിക്കുകയാണ്. അങ്ങ് പണ്ട് ബ്രഹ്മലോകത്തിൽ വന്ന് അച്ഛനായ ബ്രഹ്മാവിനോട് അങ്ങ് ആരെയാണ് ധ്യാനിക്കണം ചോദിച്ചപ്പോൾ ആ സർവേശ്വരനായിട്ട് നാരായണന്റെ മഹിമയെ അനുഭവത്തിൽ വരുത്തിയ തന്റെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ അങ്ങേക്ക് ആ ഭഗവാൻ എനിക്ക് ഉപദേശിച്ചതിനെ തരാം, അത് നല്ലോണം പഠിച്ചതിനെ മനനം ചെയ്തതിനെ വിസ്തരിച്ചോളൂ എന്ന് പറഞ്ഞ് 4 ശ്ലോകത്തിൽ ഒരു ഉപദേശം തന്നില്ലേ. ഭാഗവത മൂലം, ആ ഭാഗവത മൂലം ആ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ ഹൃദയം നിറഞ്ഞതായ തത്വം, ആ ചതുശ്ലോകി ഭാഗവതം, അതങ്ങ് വന്ന് വ്യാസനോടൊന്ന് വർണ്ണിക്കണ്ടായില്ലേ പണ്ട് ഇവിടെ തന്നെ. എന്നിട്ട് അദ്ദേഹം ഒരു പുരാണം എഴുതിയെന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. അതിന് ഭാഗവതം ഒന്ന് പേരാണോ എന്നൊക്കെ അറിഞ്ഞുകൂടെ? അറിയാം. ആ 7 ദിവസം അങ്ങോട്ട് പാടാൻ സാധിച്ച അവിടെ പിന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വന്നിട്ട് കളിക്കുകയായി. അപ്പട്ടെ ഇവിടെ എവിടെ നോക്കിയാലും ഭക്തി, എവിടെ നോക്കിയാലും ജ്ഞാനം, എവിടെ നോക്കിയാലും വൈരാഗ്യം. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങനെ താളമേളങ്ങളോട് കൂടിയിട്ട് രസിച്ച് കളിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നത് കാണണ്ടേ. ആ ഭാഗവതം 7 ദിവസമായിട്ട് ഇവിടെ നടത്തും സപ്താഹമേ. എന്തിനാ 7 ദിവസം? അതോ കലിയുഗമല്ലേ, ആയുസ് വളരെ കുറവ്, ബുദ്ധി അതിലും കുറവ്, സമയനിഷ്ഠ അതിനേക്കാൾ അധികം നിർബന്ധം. 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകണം, 6:45 പോകണം, ഇപ്പം മണി 8 വീട്ടിലേക്ക് എത്തണ്ടേ. ഇങ്ങനെ കരികാരം കയ്യിൽ വെച്ചുകൊണ്ട് സമയത്തെ എപ്പോഴും അവരുടെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ആ സമയമാണ് കാലം, കാലമാണ് കൊണ്ടുപോകുന്നത് ആയുസ് എന്ന് മറന്ന് സമയത്തിനുള്ളിൽ ഓരോരോ കാര്യങ്ങളെയും ചെയ്യുന്നതിൽ എപ്പോഴും വ്യാപൃതന്മാരായിരിക്കുന്ന കർമ്മം തന്നെ കർമ്മം, കർമ്മം തന്നെ കർമ്മമായിരിക്കുന്ന കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഒരു 7 ദിവസമെങ്കിലും അവരെ പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ, അതിനാൽ അവർ പരിശുദ്ധന്മാരായി തീർന്ന് പരിപൂർണ മന ശാന്തിയെ അടഞ്ഞ് അവര് ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് പൂർണ്ണ അധികാരികളായി തീരും. നാരദ മഹർഷേ, അത് അത്ര ശക്തിയുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ തത്വങ്ങളൊക്കെ ഞാൻ വേദാന്തങ്ങളും ഉപനിഷത്തുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, അതിലില്ലേ? അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ കണ്ണുപോലും അവര് മിഴിച്ചില്ല. അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അങ്ങക്ക് അറിയാഞ്ഞല്ല, ഞങ്ങളത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉദ്ഭവിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവും ഈ ഉദ്ഭവിച്ച വസ്തുവും തമ്മിൽ ബന്ധം ഉദ്ഭവസ്ഥാനത്തിലുണ്ടെങ്കിലും അവസാനത്തിൽ അതിന്റെ ഫലത്തിൽ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ലോകത്തിലില്ലേ? നല്ല നെയ്യ് വളരെ വേണ്ടതാ, കുറച്ചു ദിവസം സൂക്ഷിക്കുകയും ചെയ്യാം. രോഗശാന്തിക്കും സ്വാമിനും ദേവന്മാർക്കും പ്രിയമാകുന്നത് അത് എവിടുന്നാ ഉണ്ടാവുന്നത്? ഇന്ന് കറന്നെടുത്താൽ നാളെ കാലത്താകുമ്പോൾ നാറി തെങ്ങിന്റെ കടക്കൽ ഒഴിക്കേണ്ട പാല് അതിനല്ലേ അത് ഉണ്ടാവണത്. അപ്പോ ഏറ്റവും വേഗം നികൃഷ്ടമാവുന്നതും ഏറ്റവും അധികം ദ്രവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ പാലിൽ നിന്ന് അതിൽ നിന്ന് എടുക്കേണ്ട നെയ്യ് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴോ അത് എടുക്കേണ്ട പോലെ എടുത്തപ്പോൾ പാലായിട്ട് ഒരു ബന്ധമില്ലാണ്ടായി. പാലിലില്ലാത്ത നിരവധി വൈശിഷ്ട്യങ്ങൾ ഇതിലുണ്ടാവുകയും ചെയ്തു. എങ്ങനെ ഇരിക്കണു? അത് ശരി, പാല് തൈരാക്കി, തൈര് കടഞ്ഞെടുത്ത് വെണ്ണയുണ്ടാക്കി, വെണ്ണയെ നല്ലപോലെ അടുപ്പത്ത് വെച്ച് ഉരുളിയിൽ അടുപ്പത്തങ്ങനെ വെച്ച് ചൂട് പിടിപ്പിച്ച് അതിനെ ഒരു പാകത്തിലെത്തിച്ച് ശേഷം താഴെ ഇറക്കി വെച്ച് അത് ആറി കഴിയുമ്പോൾ അരിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ചാൽ അയ്യ നാക്കിൽ രുചി. ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് കൊതിയാവുള്ളൂ. ഇത്ര സ്വാദം അല്ലേ? ആളാ ഈ നെയ്യും ഈ പാലും പോലെ. അതുപോലെ ഏതോ ആറന്മുളയോ തിരുവല്ലായിലോ അതിന്റെ അങ്ങപ്പുറത്തുള്ളതായിരിക്കും ചളിക്കണ്ടം. അതിങ്ങനെ ഉണ്ടായിട്ടുള്ളതായിരിക്കുന്ന കരിമ്പ് മുഴുവൻ ചളിയാ. ഇറങ്ങിയാൽ മുട്ടിന് താഴെ ചളിയാണ്. അങ്ങനെയുള്ള ചളിക്കണ്ടത്തിലാവന്റെ വളർച്ച. ഇലകൾ, കമ്പുകൾ കേട്ടങ്ങനെ തഴച്ചു നിൽക്കും. 6 മാസം കഴിയുമ്പോൾ കൃഷിക്കാർ വന്ന് അതിനെ വെട്ടിയെടുക്കും. ഇലയൊക്കെ കളയും, കമ്പുകളൊക്കെ കളയും. നല്ല ഒന്നാമത്തെ ചക്കിൽ കൊണ്ടേക്കൊണ്ട് ഞെക്കും. അതിൽ നിന്ന് പിഴിഞ്ഞ് അതിന്റെ ചാറങ്ങനെ ഒഴുകി വരും. എന്നിട്ട് അതിനെ നല്ല ഇരുമ്പ് ചട്ടിയിൽ പാകപ്പെടുത്തി തീ കൊണ്ട് അതിനെ തിളപ്പിച്ച് അതിനെ ഒരു പാകം വരെ എത്തിക്കും. അത് കഴിഞ്ഞാൽ വാങ്ങി അവിടെ വയ്ക്കും. 2 ദിവസം കഴിയുമ്പോൾ
അതെടുത്തങ്ങനെ ഉരുട്ടും. അയ്യ, ഒന്നാം തരം കോട്ടയം ശർക്കര, കളയാനൊന്നുമില്ല. കിട്ടിയ അപ്പം നാക്കിലും മധുരം, പിന്നെ കുറച്ചുകൂടി ആയിക്കോട്ടെ, എന്ന് പിന്നെ എന്ത് സ്വാദായില്ലേ. ഇതുപോലെയാണ്. അപ്പോ കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടായതും കരിമ്പായിട്ട് ബന്ധമില്ലേ? ഉവ്. പക്ഷെ കരിമ്പിൽ നിന്ന് വന്ന ശർക്കരയായപ്പോ കരിമ്പായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടു. അതിനേക്കാളും അതിന്റെ പരിണാമത്തിൽ കൂടി അതിനേക്കാളത് പരിശുദ്ധവും പരമമാകുന്ന സ്വാദിഷ്ടമായ വസ്തുവുമായി മാറിയതുപോലെയാണ് സർവ വേദ ഇതിഹാസ സാരം സാരം സമുദ്രം. അതാണ് ഭാഗവതം. അപ്പൊ മഹർഷിക്ക് നല്ല ധൈര്യമായി, സന്തോഷമായി. എന്നാൽ ഈ ഭാഗവതം 7 ദിവസം നടത്തണമെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെ എപ്പോൾ എവിടെ എന്നുള്ളതൊന്നും അറിയില്ല. അവിടുന്ന് തന്നെ നിങ്ങൾ തന്നെ അതിന് വേണ്ടതായിരിക്കുന്ന സ്ഥാനം കണ്ടുപിടിച്ച് 7 ദിവസമായി അത് നടത്തിയാൽ കൊള്ളാം. ആദ്യത്തെ സപ്താഹമാണ്.